ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് അത്യാവശ്യം നല്ല തൊണ്ടവേദനയും പനിയും ഉണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ സൗണ്ടിൽ കാണും. കാണിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. 90കളിലെ സ്ലാഷർ സിനിമകളിലെ തന്നെ ആളുകളെ ഏറ്റവും അധികം പേടിപ്പിച്ചൊരു സൈക്കോ സീരിയൽ കില്ലർ ആയിരുന്നു സൗത്ത് പോർട്ടിലെ ഫിഷർമാൻ. ഏകദേശം 4 സിനിമകൾ ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ അവസാനം ഇറങ്ങിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്ന സിനിമയാണ്. ഒരു കാലത്ത് സൗത്ത് പോർട്ടിനെ മൊത്തം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന സൈക്കോ ഫിഷർമാൻ 27 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിലെ സൈക്കോ ആരാന്ന് ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് അടുത്ത ബെല്ലോടുകൂടി സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പൊരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം സൗത്ത് പോർട്ടിലേക്ക് വരുന്ന എവയെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ അമ്മയുടെ മരണശേഷം ഈ നഗരത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു പോയ എവ ഇപ്പം വന്നിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ഡാനിക്കയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാനായിട്ടാണ്. ഡാനിക്ക, മൈലോ, എവ, സ്റ്റീവി, ടെഡി ഇവർ 5 പേരുമായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ കൂട്ടത്തിലെ ഡാനിക്കയും ടെഡിയും കുഞ്ഞുനാൾ മുതലേ പ്രണയത്തിലായിരുന്നു. ആ പ്രണയം ഇപ്പൊ എൻഗേജ്മെന്റ് വരെയായിട്ട് നിൽക്കുന്നുണ്ട്. എവയും മൈലോയും തമ്മിൽ പ്രണയത്തിലായിരുന്നേലും കോളേജ് കഴിഞ്ഞതോടെ ബ്രേക്കപ്പ് ആയി. എന്നാലും ഇപ്പോഴും എവിടെയോ ആ ഒരു ഇഷ്ടം രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അവസാനം ടെഡിയും ഡാനിക്കയും മൈലോയും മാത്രമായി. ഇനി നിങ്ങൾക്കിടയിൽ ഒരു ഒത്തുചേരലിന് താല്പര്യമുണ്ടോന്ന് ഡാനിക്ക എവയോട് ചോദിക്കുമ്പം എവയ്ക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. മൈലോയ്ക്കാണെങ്കിൽ ഈ നാട് വിട്ടുപോകുന്ന കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല. മൈലോയാണെങ്കിൽ സൗത്ത് പോർട്ടിലെ വളർന്നു വരുന്നൊരു യുവ നേതാവാണ്. ഇന്ന് ജൂലൈ 4 ആയതുകൊണ്ട് എല്ലായ്പ്പത്തെയും പോലെ സൗത്ത് പോർട്ടിൽ വലിയ രീതിയിൽ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ ഓർമ്മകൾ അയവിറക്കാൻ അതൊന്ന് കാണാൻ പോയാലൊന്ന് മൈലോ ചോദിക്കുമ്പം 4 പേരും കൂടി ഫയർ വർക്ക് കാണാൻ ഇറങ്ങും. അപ്പോഴാണ് ഇവരുടെ ഗ്യാങ്ങിലെ പഴയ കൂട്ടുകാരി സ്റ്റീവി അവിടെ നിൽക്കുന്നത് കാണുന്നത്. സ്റ്റീവി കുറെ കാലമായിട്ട് റീഹാബിലായിരുന്നു. അവളുടെ അച്ഛൻ ബിസിനസ് നടത്താനാന്നും പറഞ്ഞിട്ട് ഇവരുടെ സ്വത്ത് മൊത്തം നശിപ്പിച്ച് കുടുംബത്തെ കടക്കണിയിലാക്കി നാടുവിട്ടു. ആ ഷോക്കാണ് സ്റ്റീവിയെ റീഹാബിലെത്തിച്ചത്. അവളിപ്പം ഒരു ബാറിലാട്ടോ ജോലി ചെയ്യുന്നത്. ആ ബാറിൽ നിന്നാണ് ഡാനിക്കയുടെയും ടെഡിയുടെയും നിശ്ചയത്തിന് വേണ്ട ലിക്കറെല്ലാം എത്തിച്ചത്. അതിന്റെ കുപ്പി എടുക്കാനായിട്ടാണ് ബാറിലെ മറ്റൊരു ജോലിക്കാരിക്കൊപ്പം സ്റ്റീവി അവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് കണ്ടതെങ്കിലും എവയും മൈലോയും സ്റ്റീവിയെ നിർബന്ധിച്ച് അവരുടെ കൂടെ കൂട്ടും. അതോടെ പഴയ ഫ്രണ്ട്സ് എല്ലാം ഒന്നിച്ച് ഫയർ വർക്ക്സ് കാണാനിറങ്ങും. ടെഡിയാണേൽ സന്തോഷം കൊണ്ട് മൊത്തത്തിൽ മതിമറന്നൊരവസ്ഥയിലാണ്. ഒന്നാമത് ഇന്ന് അവന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. വളരെ കാലമായിട്ട് കാണാതിരുന്ന എവയും സ്റ്റീവിയും വീണ്ടും അവൻ കണ്ടുമുട്ടി. ഇതൊക്കെ പറഞ്ഞു റോഡിൽ കിടന്നവൻ ബഹളം വെക്കുമ്പോഴാണ് പെട്ടെന്ന് ദൂരെ നിന്നൊരു കാറ് വരുന്നത്. ആ കാറാണേൽ ഇവനെ ഇടിക്കാതിരിക്കാനായിട്ട് തിരിച്ചതും അത് റോഡിലിടിച്ച് കൊക്കയിലേക്ക് വീണില്ലെന്നുള്ള മട്ടിലിങ്ങനെ ഇടിച്ചു നിൽക്കും. അതിനകത്തെ ഡ്രൈവറിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെല്ലാം കൂടി ആ കാറ് പിന്നിലേക്ക് വലിക്കാൻ നോക്കുമെങ്കിലും അത് പറ്റുന്നില്ല. ആ കാറ് കൊക്കയിലേക്ക് തന്നെ വീഴും. ഇതോടെ 5 പേരും ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പം സ്റ്റീവി നമുക്ക് താഴെ ഇറങ്ങിച്ചെന്ന് അയാളെ രക്ഷിച്ചാലോ എന്ന് ചോദിക്കും. എവയ്ക്കും ആ അഭിപ്രായം ഇഷ്ടപ്പെടും. നമുക്ക് താഴെ ചെന്ന് അയാളെ രക്ഷിക്കാം, ആൾക്ക് ജീവനുണ്ടെന്ന് എവ പറയുമ്പം ടെഡി അത് റിസ്ക് ആണ്, ആദ്യം നമുക്ക് പോലീസിനെ അറിയിക്കാമെന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ വിളിക്കാനായിട്ട് പോവും. താഴെ വീണ് അയാൾ മരിച്ച നീമാർക്ക് കാശുള്ളതുകൊണ്ട് വലിയ വക്കീലിനെ ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടും. അവസാനം ഞാൻ ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് സ്റ്റീവി കരയാൻ തുടങ്ങും. ഇത് കേട്ട് ഡാനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. ഇത് വെറും ഒരു ആക്സിഡന്റ് ആണ്, നമുക്കതിൽ യാതൊരു പങ്കുമില്ല, നമ്മൾ ഇവിടെ ഇല്ലായിരുന്നിലും അയാൾക്ക് ആക്സിഡന്റ് പറ്റിയേനെ, അതൊക്കെ വിധിയാന്നൊക്കെ ഡാനിക്ക എന്തൊക്കെയോ വായി തോന്നുന്നത് പോലെ പറയും. എല്ലാത്തിനും കൂടെ കിളി പോയിരിക്കുക. വിധിയാന്നും പറഞ്ഞ് കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ കോടതി നമുക്കിട്ട് വിധിക്കും, എല്ലാം ജയിലിലാകുമെന്ന് മൈലോ പറയുമ്പോഴേക്കും ടെഡി തിരികെ വരും. ടെഡി അവന്റെ അച്ഛൻ ഗ്രാൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡാണ് സൗത്ത് പോർട്ടിലെ മേയർ. അയാള് പോലീസിനെയും ആംബുലൻസിനെയും അവിടേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ അവരെത്തുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാനായിട്ട് ഗ്രാൻഡ് ടെഡിക്ക് നിർദ്ദേശം കൊടുക്കും. എവയ്ക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതിൽ കുടുങ്ങുമെന്ന് നല്ല പേടിയുള്ളതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എവയും അവർക്കൊപ്പം പോവും. തിരികെ ഡാനിക്കയുടെ വീട്ടിലെത്തിയ കൂട്ടുകാരെല്ലാവരും ചേർന്ന് മറ്റൊരാള് ഈ കാര്യം അറിയാൻ പാടില്ലെന്ന് തീരുമാനിക്കും. എവയ്ക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൾ ആ രാത്രി തന്നെ കുറ്റബോധം കാരണം അവിടുന്ന് പോവും. അങ്ങനെ ഒരു വർഷം കഴിയും. എവ വീണ്ടും സൗത്ത് പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്.
ഇത്തവണ പ്ലെയിനിൽ നിന്ന് ടൈലർ എന്നൊരു പുതിയ കൂട്ടുകാരിയും എവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ടൈലറും സൗത്ത് പോർട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എവയെ പിക്ക് ചെയ്യാൻ വന്ന മൈലോയുടെ കാറിൽ ടൈലറിനും ഒരു സീറ്റ് കിട്ടും. ടൈലർ ആളൊരു ക്രൈം റിപ്പോർട്ടറാട്ടോ. 1997 നടന്ന ഫിഷർമാൻ സൈക്കോയുടെ കൊലപാതകങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ടൈലർ ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. എവ ഇത്തവണ വന്നിരിക്കുന്നത് ഡാനിക്കയുടെ ബ്രൈഡൽ ഷവറിൽ പങ്കെടുക്കാനായിട്ടാണ്. സ്റ്റീവിയും അവിടെ തന്നെ ഉണ്ട്. ഡാനിക്കയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ടെഡിയല്ല കേട്ടോ. അവര് തമ്മിൽ ബ്രേക്കപ്പായി. ആ സമയത്തെല്ലാം ഡാനിക്കയ്ക്കൊപ്പം ചേർന്ന് നിന്ന് അവളെ ഓക്കെ ആക്കിയത് സ്റ്റീവി ആയിരുന്നു. ഇപ്പൊ ഡാനിക്കയെ കല്യാണം കഴിക്കാൻ പോകുന്നത് വ്യാട്ട് എന്നൊരാളാണ്. മൈലോയെ കുറിച്ച് പറയുവാണെങ്കിൽ ആളിപ്പം സൗത്ത് പോർട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അങ്ങനെ ആളുകൾ കൊണ്ടുവന്ന ഗിഫ്റ്റുകളെല്ലാം പരിശോധിക്കുമ്പോഴാണ് ഒരു കത്ത് ഡാനിക്കയ്ക്ക് കിട്ടുന്നത്. അതിലാകെ എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ, അത് മാത്രം കേട്ടോ. അത് കണ്ടതും ഡാനിക്കയ്ക്ക് കഴിഞ്ഞ വർഷം നടന്ന ആക്സിഡന്റ് ഓർമ്മ വരും. എന്നാലും അവളത് പുറത്ത് കാണിക്കാതെ മൈലോയെയും സ്റ്റീവിയെയും എവയും മാത്രം വിളിച്ച് കിച്ചണിലേക്ക് പോകും. ഈ കത്തയച്ച് ഡാനിക്കയുടെ സന്തോഷം ഇല്ലാതാക്കാൻ നോക്കുന്നത് ടെഡിയാണെന്ന കാര്യത്തിൽ ഡാനിക്കയ്ക്ക് ഒരു സംശയമില്ല. ടെഡിയുമായിട്ട് പിരിയാനുള്ള കാരണം തന്നെ അവൻ്റെ ഈ വെപ്രാളി സ്വഭാവവും ഒരു പ്രശ്നം വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ എല്ലാത്തിനും അവൻ്റെ അച്ഛൻ്റെ ഹെൽപ്പ് തേടുന്നതും ഒക്കെ കൊണ്ടായിരുന്നു. പുറത്തൊരാൾക്കും ആക്സിഡന്റ് നടന്നതിൽ ഇവർക്കുള്ള പങ്കിനെക്കുറിച്ച് അറിയത്തില്ല. ആ സ്ഥിതിക്ക് ഇത് അയച്ചത് ടെഡി തന്നെയാണെന്ന് ഡാനിക്കയ്ക്ക് ഉറപ്പാ. എവയ്ക്കെന്തോ ടെഡി അങ്ങനൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനി അന്ന് മരിച്ച ആളുടെ ആരെങ്കിലും ആണോ ഇത് അയച്ചതെന്ന് അവൾ ചോദിക്കുമ്പം അന്ന് മരിച്ചത് സാങ്കൂപ്പർ എന്നൊരാളാണ്. പക്ഷേ അയാൾക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. എന്തായാലും ടെഡിയോട് തന്നെ ആദ്യം ഇതിനെക്കുറിച്ച് തിരക്കാനായിട്ട് എവയും മൈലോയും സ്റ്റീവിയും കൂടെ ചെല്ലും. ടെഡിയാണേൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു യാട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇന്ന് ഡാനിക്കയുടെ എൻഗേജ്മെന്റ് ആണെന്നുള്ള കാര്യവും അവനറിയാം. പക്ഷെ കത്തയച്ചത് അവനല്ല. അത് പറഞ്ഞിട്ട് ഒരു മര്യാദയും കാണിക്കാതെ മൂന്നിനെയും ടെഡിയായി യാട്ടിന്ന് ആട്ടിയിറക്കും. രാത്രിയായി പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോവും. വീട്ടില് ഡാനിക്കയും വ്യാട്ടും മാത്രമാവും. അവൾക്കാരോ പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആരെയും കാണാൻ പറ്റുന്നില്ല. തോന്നലായിരിക്കുമെന്ന് കരുതി ഡാനിക്ക നേരെ കുളിക്കാനായിട്ട് പോവും. അന്നേരമാണ് കിച്ചണിൽ നിൽക്കുന്ന വ്യാട്ട് സ്വിമ്മിംഗ് പൂളിൽ ആരാണ്ട് ലൈറ്റ് ഓൺ ആക്കി ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അവനത് ഓഫ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അത് തനിയെ ഓഫാവും. തിരിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു ഹാർപൂൺ ഗണ്ണിൽ നിന്നും ഒരു ഷാഫ്റ്റ് വ്യാട്ടിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നത്. വീണ്ടും അത് അവന്റെ വയറ്റിലേക്കും തുളച്ചു കയറും. അപ്പോഴാണ് ഇരുട്ടിന്ന് ഗണ്ണ് മാറ്റിവെച്ച് കയ്യിലൊരു ഹുക്കുമായിട്ട് നമ്മുടെ ഫിഷർമാൻ സൈക്കോ അകത്തേക്ക് കയറി വരുന്നത്. താഴെ നടക്കുന്ന ഒന്നും അറിയാതെ കുളിച്ചിട്ട് വരുന്ന ഡാനിക്ക കാണുന്നത് അടുക്കളയിൽ കുത്തി നിർത്തിയിരിക്കുന്ന വ്യാട്ടിന്റെ ശരീരമാണ്. അതിനു മുകളിൽ രക്തം കൊണ്ട് പാസ്റ്റ് ഒരിക്കലും മായ്ക്കാൻ പറ്റില്ലെന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും പോലീസ് എത്തി. ഡാനിക്കയെ സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുത്ത് അവക്ക് കൂട്ടായിട്ട് അവിടെ എവയും സ്റ്റീവിയും മൈലോയും ഉണ്ട്. അതുമല്ല വിവരം അറിഞ്ഞ് ടെഡിയും അവൻ്റെ അച്ഛൻ ഗ്രാൻഡും അവിടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഡാനിക്കയെ തനിച്ചു നിർത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എവയും അവക്കൊപ്പം ആ വീട്ടിൽ നിൽക്കും. കഴിഞ്ഞ വർഷം നടന്ന ആക്സിഡന്റ് ബാക്കിയാണിതെന്ന് മനസ്സിലായ കൂട്ടുകാരെല്ലാവരും രാവിലെ തന്നെ ഡാനിക്കയുടെ വീട്ടിൽ ഒത്തുചേരും. സ്റ്റീവിയുടെ അഭിപ്രായത്തിൽ മിക്കവാറും ഇത് ചെയ്തതും കത്തെഴുതി ഡാനിക്കയെ പേടിപ്പിച്ചതും അന്ന് മരിച്ച സാങ്കൂപ്പറിന്റെ ആരെങ്കിലും ആയിരിക്കും. അതാരാന്ന് കണ്ടെത്തണം. അപ്പോഴാണ് മൈലോ എവയുടെ പുതിയ ഫ്രണ്ട് ടൈലറിനെയും അവളുടെ കേസ് അന്വേഷണത്തെക്കുറിച്ചും ഓർക്കുന്നത്. ടൈലറിനെ പറ്റി ഇപ്പോഴാണ് ബാക്കിയുള്ളവരും കേൾക്കുന്നത്. എന്നാൽ ടൈലറിനെ കുറിച്ച് കേട്ട ടെഡിക്കും അവളെ സംശയമാകും. ഒന്നാമത് 1977 നടന്ന കൊലപാതകങ്ങള് സൗത്ത് പോർട്ടിന്റെ വികസനത്തെ ബാധിക്കാതിരിക്കാനായിട്ട് മേയറായ ഗ്രാൻഡും അയാളുടെ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്റർനെറ്റിൽ നിന്നും മറ്റും റിമൂവ് ചെയ്യിച്ചിരുന്നു. അതുമല്ല ഇവിടുത്തെ ജനങ്ങൾ പോലും ആ 27 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം ഏകദേശം മറന്ന മട്ടാണ്. ആ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു പെണ്ണ് വരിക, അവള് എവയുമായിട്ട് കൂട്ടാവുക, പിറ്റേന്ന് തന്നെ ഫിഷർമാൻ കൊല്ലുന്ന അതേ രീതിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ സ്ഥിതിക്ക് എവയൊഴികെ ബാക്കി 4 പേർക്കും ടൈലറിനെയും സാം കൂപ്പറിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൾ മനഃപൂർവ്വം സ്വന്തം ലാഭത്തിനായിട്ട് കൊലപാതകങ്ങൾ ചെയ്ത് അതൊക്കെ കഥകളാക്കി റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പം എവയ്ക്കും ഇവരീ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നും. അതുകൊണ്ട് അവള് ഇവരീ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ടൈലറിനെ കാണാനായിട്ട് പോവും. ടൈലർ എവയും കൊണ്ട് പോകുന്നത് ബേസൈഡ് ഹൗസ് എന്നൊരു കെട്ടിടത്തിലേക്കാണ്. എവയ്ക്ക് ഈ കെട്ടിടത്തെക്കുറിച്ചൊന്നും അവളൊരു സൗത്ത് പോർട്ടുകാരിയായിട്ടും വലിയ അറിവൊന്നുമില്ല. ഇപ്പോഴാണ് ഇതിന് ബേസൈഡ് ഹൗസ് എന്ന പേര് കിട്ടിയത്. നേരത്തെ 1997 ഫിഷർമാൻ ഇവിടെ വെച്ചാണ് ആളുടെ ഇരകളെ കൊന്നിരുന്നത്.
ആകെ 2 പേര് മാത്രമേ ഫിഷർമാന്റെ കയ്യിൽ നിന്ന് ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിലൊരാള് ജൂലി ജെയിംസ് ആണ്. ഈ ഫിഷർമാൻ ആരെ കൊന്നാലും അതിനു മുമ്പ് അയാള് ഇരകൾക്കൊരു നോട്ട് അയക്കും. അത് നേരത്തെ ഡാനിക്കയ്ക്ക് കിട്ടിയ അതേ നോട്ടാണ്. ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. അന്ന് രക്ഷപ്പെട്ട ജൂലി ജെയിംസ് ഇപ്പം ഹോഫ്മാൻ എന്നൊരു കോളേജിൽ പ്രൊഫസറാണ്. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പം വരാമെന്നും പറഞ്ഞിട്ട് ടൈലർ മുകളിലേക്ക് പോയതും യവ അവളിപ്പം ടൈലറിനൊപ്പം ബേസൈഡ് ഹൗസിലുണ്ടെന്ന് എല്ലാവർക്കും മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച് തിരിഞ്ഞതും എവ നോക്കുമ്പം മൊത്തത്തില് കറുത്ത കോട്ടിട്ട് മൂടി ഒരു രൂപം അവളുടെ അടുത്ത് നിൽക്കും. ആ രൂപത്തിന്റെ കയ്യിലാണേൽ ഒരു ഹുക്കും ഉണ്ട്. നമ്മുടെ സൈക്കോ ഫിഷർമാൻ തന്നെയാണ് കേട്ടോ ആ വന്നിരിക്കുന്നത്. അപ്പോഴാണ് മുകളിലേക്ക് വാന്നും പറഞ്ഞ് ടൈലർ അവളെ വിളിക്കുന്നത്. അതോടെ ഇത് സൈക്കോ ആണെന്ന് എവയ്ക്ക് മനസ്സിലായതും അയാൾ എവയെ ആക്രമിക്കാൻ തുടങ്ങും. ടൈലർ വാതിൽ തുറക്കാൻ നോക്കുമെങ്കിലും അതെല്ലാം പുറത്തുനിന്ന് ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ്. എവ അവിടുന്ന് കിട്ടിയൊരു കത്തി വെച്ച് സൈക്കോയുടെ കയ്യിലിട്ടൊരു കുത്തു കൊടുത്തിട്ട് സ്റ്റോർ റൂമിൽ കയറി ഒളിക്കും. അവിടേക്ക് വന്ന അയാളുടെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് അവള് അയാളുടെ ബോധം കെടുത്തി വാതിൽ തുറന്നു നോക്കുമ്പം സൈക്കോ അവിടെ ഇല്ല. അപ്പോഴേക്കും ടൈലർ വന്നിട്ട് കഥകെല്ലാം പുറത്തുനിന്ന് ആരോ പൂട്ടിയിട്ടിരിക്കുവാന്ന് പറയും. അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു ഇരുമ്പ് കൂട് താഴേക്ക് വന്നിട്ട് എവയെ അതിൽ ട്രാപ്പാക്കുന്നത്. ഉടനെ എവ ടൈലറിനോട് എന്നെ നോക്കണ്ട, നീ എങ്ങനെയും പുറത്തിറങ്ങിയിട്ട് ഹെൽപ്പിന് ആളുകളെ വിളിക്കാൻ പറയും. ഇത് കേട്ട് ടൈലർ കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റ് വലിച്ച് എങ്ങനെയും മുകളിലെത്താൻ നോക്കുമ്പോൾ മുകളിലെത്തിയ അവളെ സൈക്കോ ആക്രമിക്കും. എവയാണേലും ഒരുവിധം ഇരുമ്പുകൂടിന്റെ ആ ബോൾ തൂരി രക്ഷപ്പെടാൻ നോക്കും. ഒരു വിധത്തിൽ എവ എന്തായാലും പുറത്തിറങ്ങും. അപ്പോഴേക്കും എവയുടെ മെസ്സേജ് കണ്ട് സ്റ്റീവി എവിടേക്ക് വരും. എന്നാൽ ടൈലർ പെട്ടുപോയി. അവളെ സൈക്കോ കൊന്നിട്ട് കെട്ടിടത്തിന്റെ പുറത്തുനിന്ന് തൂക്കിയിടും. വീണ്ടും പോലീസ് എത്തും. ടെഡിയുടെ അച്ഛൻ ഗ്രാൻഡ് ഈ കാര്യം പുറത്ത് വലിയ സംസാരം ഉണ്ടാകാത്ത രീതിയിൽ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന് പോലീസിന് പ്രത്യേക നിർദ്ദേശം കൊടുക്കും. പോലീസിനും ഗ്രാൻഡിനും ഒന്നും ഇതൊരു സൈക്കോ കില്ലർ ചെയ്യുന്നതായിട്ട് നാട്ടുകാരെ അറിയിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. പോലീസിൽ നിന്ന് വലിയ സഹായമൊന്നും കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയ യവ ജൂലി ജെയിംസിനെ കാണാനായിട്ട് അവര് പഠിപ്പിക്കുന്ന കോളേജിലേക്ക് ചെല്ലും. എന്നിട്ട് അവളെ ഒരു സൈക്കോ ആക്രമിച്ച കാര്യം പറയും. യവ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. പക്ഷെ കൂട്ടുകാരി ടൈലർ മരിച്ചുപോയി. അതിന് 2 ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരിയുടെ പ്രതിശ്രുത വരനെയും ആ സൈക്കോ കൊന്ന്. പോലീസ് ഒന്നും ഇതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ലെന്ന് പറയും. ഇത് കേട്ട ജൂലിയ നിങ്ങൾ കഴിഞ്ഞ സമ്മറിൽ എന്തേലും തെറ്റ് ചെയ്തിരുന്നു എന്ന് തിരികെ ചോദിക്കും. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ജൂലി എവയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എവ സത്യസന്ധമായിട്ട് തന്നെ സാങ്കൂപ്പറിന് സംഭവിച്ച ആക്സിഡന്റിനെ കുറിച്ച് പറയും. പക്ഷേ സാമിന്റെ ഫാമിലിയെ കുറിച്ച് തിരക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ സൈക്കോയെ പേടിച്ച് നിങ്ങൾ ഒളിച്ചിരുന്ന അവൻ വരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പം നിങ്ങളെ കൊല്ലും. മറിച്ച് നിങ്ങളായിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് തേടിപ്പോയാൽ നിങ്ങൾക്ക് മരിക്കാതിരിക്കാം. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ജൂലി പറയും. സൗത്ത് പോർട്ടിൽ ജനങ്ങൾ മൊത്തം പാനിക്കായോണ്ട് ഗ്രാൻഡും പോലീസ് ചീഫും അവിടുത്തെ ജനങ്ങളുമായിട്ട് ചേർന്നൊരു മീറ്റിംഗ് സംഘടിപ്പിക്കും. അവിടെ എവയും സ്റ്റീവിയും ഡാനിക്കയും ഒക്കെ ഉണ്ട്. പോലീസിന്റെ അഭിപ്രായത്തിൽ ടൈലർ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണ്. ആൾ ചെറുതായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. അതിനുള്ള മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ സൈക്കോയും ഇല്ല, കൊലപാതകയും ഇല്ല. ഇത് കേട്ട എവയ്ക്ക് ദേഷ്യം വരും. അപ്പം അവള് കണ്ട ആ കറുത്ത കോട്ടിട്ട മനുഷ്യൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് നീയല്ലാതെ വേറെ ആരും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കും. ഇത് കേട്ട മൈലോ എഴുന്നേറ്റിട്ട് ശരി, ടൈലർ അന്യ നാട്ടുകാരി ആയതുകൊണ്ട് സ്വയം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. അപ്പൊ 2 ദിവസം മുമ്പ് വ്യാട്ടിന് സംഭവിച്ചത് എന്താ? ഇതൂടി കേട്ടതോടെ ആളുകൾക്കും ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങും. എന്നാൽ ഗ്രാൻഡ് അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളെ പീഡിപ്പിക്കാനും ഈ നാട്ടിലേക്ക് വികസനം കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെയും ടൂറിസ്റ്റുകളെയും ഇല്ലാതാക്കാനും ആരെ അനുവദിക്കത്തില്ലെന്ന് അയാൾ പറയുമ്പം സ്റ്റീവി എഴുന്നേറ്റിട്ട് 27 കൊല്ലം മുമ്പ് നടന്നതിന്റെ ബാക്കിയാണിപ്പം നടക്കുന്നതെന്ന് പറയും. അതിനെതിരെ ഗ്രാൻഡ് സംസാരിക്കാൻ തുനിഞ്ഞതും ആൾക്കൂട്ടത്തിൽ നിന്ന് റേ എന്നൊരാൾ മുന്നോട്ട് വരും. ഈ റേയുടെ ബാറിലാണ് സ്റ്റീവി ജോലി ചെയ്യുന്നത്. അയാൾ വന്നിട്ട് 27 കൊല്ലം മുമ്പ് നടന്നത് ഗ്രാൻഡും അയാളുടെ പാർട്ടിയും ചേർന്ന് മറച്ചു വെച്ചോണ്ടാണ് പേടിയില്ലാതെ സൈക്കോ വീണ്ടും ഇറങ്ങിയതും പിന്നെയും കൊലപാതകം ചെയ്യാനിപ്പം തുടങ്ങിയതും എന്ന് പറയും. അന്ന് റേയെയും സൈക്കോ ആക്രമിച്ചായിരുന്നു. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞിട്ടും ഗ്രാൻഡ് സമ്മതിക്കുന്നില്ല. ഇനിയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ഇപ്പം നടന്ന ഈ സംഭവങ്ങൾ കാരണം ആളുകൾക്കൊരു മനഃശാന്തി കിട്ടാനായിട്ട് പാസ്റ്റർ ജുഡാസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന ഇന്ന് വൈകിട്ട് പള്ളിയിൽ നടത്തും. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്നും പറഞ്ഞിട്ട് ഗ്രാൻഡ് മീറ്റിംഗ് അവസാനിപ്പിക്കും. ഇവര് പറയുന്ന കാര്യം നിലവിൽ സൗത്ത് പോർട്ടിൽ റേയ്ക്ക് മാത്രമേ മനസ്സിലാവൂ എന്നതുകൊണ്ടും എവയും സംഘവും അയാളുടെ ബാറിലേക്ക് ചെല്ലും. എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ അയാളോടും പറയും. ജൂലിയെ പോയി കണ്ട കാര്യവും പറയും കേട്ടോ. ജൂലിയുടെ തിയറി വെച്ച് സാങ്കൂപ്പറിന് പ്രിയപ്പെട്ട ആരോ ആണിപ്പോൾ ആക്രമിക്കുന്നത്.
ജൂലിയും റേയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഇപ്പം പക്ഷെ പിരിഞ്ഞാ താമസിക്കുന്നത്. സാങ്കൂപ്പറിന്റെ ആക്സിഡന്റിന് കാരണം ടെഡി ആയോണ്ട് ഗ്രാൻഡ് ഇടപെട്ട് അതൊരു ഡ്രങ്കൺ ഡ്രൈവ് ആയിട്ട് എഴുതി തള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ സാം ഓടിച്ച വണ്ടിയുടെ ഡീറ്റെയിൽസ് പോലും പോലീസിന്റെ കയ്യിലില്ല. അതുവഴി പോലും മരിച്ച സാമിന് പരിചയമുള്ള ഒരാളെ പോലും കണ്ടെത്താനും പറ്റത്തില്ല. ജൂലി പറഞ്ഞ പോലെ ആദ്യം സാം കൂപ്പറിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങിയാലേ കാര്യമുള്ളെന്ന് മനസ്സിലാക്കിയോണ്ട് എവയും സ്റ്റീവിയും മൈലോയും ആക്സിഡന്റ് പറ്റിയ വണ്ടികൾ പൊളിക്കുന്നിടത്തേക്ക് ചെല്ലും. പക്ഷേ കാറിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് കൊടുക്കാൻ പോലും ഇവരുടെ കയ്യിലൊന്നുമില്ല. എങ്കിലും ജൂലൈ 4 കഴിഞ്ഞ വർഷത്തെ ആ ഡേറ്റ് വെച്ചിട്ട് സാം ഓടിച്ച കാറിന്റെ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും. ആ കാറിന്റെ ഓണർ നേരത്തെ കാണിച്ച പാസ്റ്റർ ജുഡായാണ്. ടെഡിയും ഡാനികയും സാം കൂപ്പറിന്റെ കല്ലറയിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്ന് കരുതിയിട്ട് സെമിത്തേരിയിൽ അതും തപ്പി നടക്കുക. അപ്പോഴാണ് സാം കൂപ്പറിന്റെ കല്ലറയിൽ ആരോ പൂക്കൾ വെച്ചിരിക്കുന്നത് ഡാനിക്ക കാണുന്നത്. ആൾ അനാഥനാണേല് പിന്നെ ആരായിരിക്കും ഈ പൂവ് കൊണ്ടുവച്ചതെന്ന് അവള് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കും. ആരാ പൂ വെച്ചതെന്ന് അയാളും കണ്ടിട്ടില്ല. പക്ഷെ CCTV നോക്കിയാൽ അറിയാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയതും ടെഡിയും ഡാനിക്കയും ആ കല്ലറയുടെ അടുത്ത് തന്നെ നിൽക്കും. എന്നാൽ അകത്ത് കയറി CCTV നോക്കിയ സെക്യൂരിറ്റിയെ ആ സൈക്കോ കഴുത്തറുത്തു കൊല്ലും. കുറെ ഇരുട്ടിയിട്ടും ആളെ കാണാത്തോണ്ടും അതുമല്ല ചില കല്ലറകളുടെയൊക്കെ അടുത്ത് ആളുകൾ ഇരിക്കുന്നോണ്ടും ടെഡി ഡാനിക്കയെ അവിടെ നിർത്തിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോകും. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്നവരും പോയി ഡാനിക്ക ഒറ്റയ്ക്കാവും. അവിടെയെങ്ങും ആരും ഇല്ലെന്ന് കണ്ട് അവള് പേടിച്ചു തിരിഞ്ഞതും തൊട്ടു പുറകിൽ സൈക്കോ നിപ്പുണ്ട്. അയാള് ഹുക്ക് വെച്ചവളെ ആക്രമിക്കാൻ നോക്കിയതും ഒരുവിധം ഡാനിക്ക അയാളെ തള്ളിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് സെക്യൂരിറ്റിയുടെ റൂമിൽ കയറും. എന്നാ ആ സൈക്കോ കൊളുത്തുമായിട്ട് പിന്നാലെ വരും. ഡാനിക്ക അത് കാണുന്നുണ്ട്. അവളാണെങ്കിൽ പേടിച്ച് അനങ്ങാതിരിക്കുമെങ്കിലും സൈക്കോ അവളെ കണ്ടുപിടിക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന ഹുക്ക് ഉപയോഗിച്ച് കൊല്ലാനായി നോക്കിയതും ടെഡി വന്ന് അയാളെ തള്ളി മാറ്റും. ടെഡി വന്നതോടെ ആ സൈക്കോ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇതേ സമയം വീട്ടില് ഒറ്റയ്ക്കിരിക്കുന്ന ജൂലിക്ക് പുറത്താരോ നിൽക്കുന്നതായിട്ട് തോന്നി അവള് ചെന്ന് നോക്കുമ്പം അത് റേയ് ആണ്. അറിയാലോ, ഇവര് നേരത്തെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഇപ്പം റേയ് വന്നിരിക്കുന്നത് ജൂലി ഓരോ പൊട്ടൻ ഐഡിയകൾ പറഞ്ഞു കൊടുത്തോണ്ട് അത് കേട്ട് എവയും കൂട്ടരും ചുമ്മാ ഓരോ മണ്ടത്തരത്തിൽ ചെന്ന് ചാടി സ്വന്തം ജീവൻ ഇല്ലാതാക്കും. ആ പിള്ളേരൊറ്റയ്ക്ക് ഇറങ്ങിയാലൊന്നും വട്ടുപിടിച്ചൊരു സൈക്കോയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൗത്ത് പോർട്ടിലെ പോലീസും അവരെ സഹായിക്കത്തില്ല. റേയ്ക്ക് സ്റ്റീവിയെ വലിയ കാര്യമാ. അവളുടെ ജീവനോടെ അപകടത്തിലാക്കാൻ പറ്റത്തില്ല. മക്കളില്ലാത്ത റേയ് സ്റ്റീവിയെ സ്വന്തം മോളെ പോലെ കാണുന്നത്. അതുകൊണ്ട് ഒന്നുകില് അവരെ സഹായിക്കാനായിട്ട് ജൂലി സൗത്ത് പോർട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ ഇമാതിരി മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് ആരെയും കുഴി ചാടിക്കരുതെന്ന് റേയ് പറയുമ്പോഴാണ് യവ ജൂലിയെയും സ്റ്റീവി റേയെയും ഫോണിൽ വിളിക്കുന്നത്. ഡാനിക്കയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പറയാനാണ് അവര് വിളിക്കുന്നത്. സാങ്കൂപ്പറിന്റെ കയ്യിലിരുന്ന കാറ് ജുഡായുടേതാണെന്നും അങ്ങനാണേല് ഒന്നുകില് സാം അത് മോഷ്ടിച്ചതായിരിക്കും, അല്ലേല് ജൂഡയ്ക്ക് സാമിനെ കുറിച്ച് അറിയാം. മൈലോയ്ക്ക് തോന്നുന്നത് ജൂഡയും സാമും തമ്മിൽ അറിയാവുന്നവരായിരിക്കും എന്നാണ്. അങ്ങനാണേല് സാമിന്റെ കല്ലറയിൽ പൂക്കൾ വെച്ചത് ജൂഡ തന്നെയായിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് ടെഡിക്ക് ദേഷ്യം വരും. ഇതിനെക്കുറിച്ചൊക്കെ ഇനി നാളെ ചിന്തിക്കാം, ഇപ്പം നമുക്കെല്ലാവർക്കും സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാന്ന് ടെഡി പറയും. സ്റ്റീവിക്ക് നൈറ്റ് ബാറിൽ ജോലിയുള്ളതുകൊണ്ട് അവൾ അവിടുന്ന് പോവും. തൽക്കാലം മൈലോയും എവയും കിടക്കാനായിട്ട് ഒരുമിച്ച് ഗസ്റ്റ് റൂമിലേക്ക് പോവും. എന്നിട്ട് ടെഡിയും ഡാനിക്കയും കൂടെ ഒരു മുറിയിൽ കിടക്കും. ഡാനിക്കയ്ക്ക് ഇപ്പം ടെഡിയോട് പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവനില്ലായിരുന്നേല് ഡാനിക്ക് ചിലപ്പം ഇപ്പം പടവായനേം. റൂമിലെത്തിയ മൈലോയും എവയും ആദ്യമൊക്കെ സംസാരിച്ചിരുന്നേലും പതിയെ പതിയെ അവർക്കിടയിലും റൊമാൻസ് വരാൻ തുടങ്ങും. പക്ഷേ എവയ്ക്ക് വേണ്ടത് അവളെ പണിഷ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതെന്തോ മൈലോയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം വരാമെന്നും പറഞ്ഞ് അവൻ കാറിപ്പോയിരിക്കും. അവിടെ ഇരുന്നിട്ട് എന്നാലും എവ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ആലോചിച്ച് തിരികെ വീടിനകത്തേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ കർട്ടൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നത്. അതാരാന്നറിയാനായിട്ട് കർട്ടൻ്റെ അടുത്തേക്ക് പോയതും പെട്ടെന്ന് സൈക്കോ അവനെ പിറകിന്ന് ആക്രമിക്കും. സൈക്കോ ആക്രമിച്ച പിന്നെ എന്താ ഉണ്ടാവുന്നതെന്നറിയാലോ, അവനെ കൊല്ലും. പക്ഷേ അകത്ത് നിൽക്കുന്ന എവ ശബ്ദം കേട്ട് നോക്കുമ്പം കാണുന്നത് മൈലോയുടെ കാറ് പോകുന്നതാണ്. അവള് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൻ പിണങ്ങിപ്പോയതാന്ന് കരുതി അവള് വിളിച്ച് സോറി പറയുമ്പം കോൾ അറ്റൻഡ് ചെയ്യുന്നത് സൈക്കോയാണ്. എന്നിട്ട് അവൻ ഒന്നും മിണ്ടാതിരിക്കും. എന്നിട്ട് കോള് കട്ട് ചെയ്തതിന് ശേഷം മൈലോ അയക്കുന്നത് പോലെ ഞാൻ വിളിക്കാന്ന് തിരിച്ച് എവയ്ക്ക് ഒരു മെസ്സേജ് അയക്കും. മൈലോയ്ക്ക് പറ്റിയ അപകടം അറിയാതെ ഡാനിക്കയും എവയും കൂടി സാമിനെ കുറിച്ച് അറിയാനായിട്ട് നേരെ ജൂഡയുടെ പള്ളിയിലേക്ക് പോകും. അവിടെ സ്റ്റീവിക്കൊപ്പം ബാറിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി നിപ്പുണ്ട്. പക്ഷേ പാസ്റ്റർ ഇപ്പം അവിടെ ഇല്ല. പെട്ടെന്ന് വരും, വെയിറ്റ് ചെയ്യാൻ അവൾ പറയുമ്പം ഡാനിക്ക ടോയ്ലറ്റിൽ പോകണമെന്നും പറഞ്ഞ് അവളെ കാണാതെ ജൂഡയുടെ ഓഫീസ് മുറിയിലേക്ക് കയറും. എന്നിട്ട് സാമിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമോയെന്ന് അന്വേഷിക്കാൻ തുടങ്ങും.
അപ്പോഴേക്കും എവയുടെ അടുത്തേക്ക് ജൂഡ വരും. ജൂഡയുടെ ഫ്രണ്ടായിരുന്നു സാം കൂപ്പർ. പക്ഷെ ആളൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവന്റെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജൂഡ നേരെ ഓഫീസിലേക്ക് പോകും. ഉടനെ ഡാനിക്കയ്ക്ക് എവ ഓഫീസിനകത്തേക്ക് ജൂഡ വരുന്നുണ്ടെന്ന് മെസ്സേജ് അയക്കും. പക്ഷെ ഓഫീസിൽ കയറിയ ജൂഡയ്ക്ക് അതിനകത്ത് ആരോ കയറിയെന്ന് മനസ്സിലായെങ്കിലും അയാളത് പുറത്ത് കാണിക്കാതെ ഒരു ബുക്കുമായിട്ട് വന്നിട്ട് ഫോട്ടോ പിന്നെ നോക്കിയെടുത്തു തരാമെന്ന് പറയും. തൽക്കാലം ദൈവത്തിന്റെ ഈ ബുക്ക് വെച്ചോളാൻ പറഞ്ഞിട്ട് എവയെ അവിടുന്ന് പറഞ്ഞു വിടും. അവള് തൽക്കാലം ഡാനിക്കയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ജൂഡയാണ് സൈക്കോ കില്ലർ, അവനും സാമും ഫ്രണ്ട്സ് ആയിരുന്നു, സാം മരിക്കാൻ കാരണം ഞങ്ങളാന്ന് കരുതിയാണ് ആ ജൂഡ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നതെന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് പോലീസുകാരൻ അവരെ അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് ഈ കാര്യം ഗ്രാൻഡിനെ വിളിച്ചറിയിക്കും. ഈ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ അത് ഗ്രാൻഡിനും പ്രശ്നമാവും. ഒന്നാമത് ടെഡി ഇടപെട്ടുകൊണ്ട് സാങ്കൂപ്പറിന്റെ മരണം ഗ്രാൻഡ് ഒതുക്കി തീർത്തിയത്. ഇനി അത് പൊക്കിക്കൊണ്ടുവന്ന അത് കാരണമാണ് സൈക്കോ എവയും കൂട്ടരെ ആക്രമിക്കുന്നതെന്നൊക്കെ പുറത്തറിഞ്ഞാൽ അത് ഗ്രാൻഡിന് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം ഇന്ന് രാത്രി അവരെ സ്റ്റേഷനിൽ തന്നെ പൂട്ടിയിട്ടിട്ട് മൈൻഡ് ചെയ്യേണ്ടെന്ന് ഗ്രാൻഡ് പറയും. ടെഡിയാണേൽ ഈ സമയം ജിമ്മിലായിരുന്നു. അവനൊരു സ്റ്റീം ബാത്ത് എടുക്കാനായിട്ട് റൂമിലേക്ക് കയറുമ്പോഴാണ് അവിടെ യു ആർ നെക്സ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ടെഡി കാണുന്നത്. കുറെ നേരമായിട്ടും പോലീസ് വരാഞ്ഞിട്ട് വാതിൽ തുറക്കാൻ എവ നോക്കുമ്പോഴാണ് അവരെ അതിനകത്തിട്ട് പൂട്ടിയിരിക്കുകയാണെന്ന് എവയ്ക്കും ഡാനിക്കയ്ക്കും മനസ്സിലാവുന്നത്. സ്റ്റീവി ആണേൽ എവയും ഡാനിക്കയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൾ ഉടനെ ടെഡിയെ വിളിച്ചു നോക്കുമ്പോൾ അവനെയും കിട്ടുന്നില്ല. ടെഡിയാണേൽ ഈ സമയം അവന്റെ യാർഡിലിരിക്കുമ്പോഴാണ് അവിടെ ആരോ നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നത്. അതാരാന്നറിയാൻ പോയി നോക്കുമ്പം അത് വേറെ ആരുമല്ല, നമ്മുടെ സൈക്കോയാ. സൈക്കോയുടെ ആക്രമണത്തിൽ മാരകമായി പരിക്ക് പറ്റിയെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ടെഡി അവന്റെ വീട്ടിലെത്തും. ഗ്രാൻഡും ടെഡിയുടെ അമ്മയും അകത്തുണ്ടെങ്കിലും ടെഡിയുടെ അലർച്ചയൊന്നും അവര് കേൾക്കുന്നില്ല. അപ്പോഴേക്കും പിന്നാലെ വന്ന സൈക്കോ ടെഡിയെ വലിച്ചഴയ്ക്കുന്ന ശബ്ദം കേട്ട് ഗ്രാൻഡ് പുറത്തേക്ക് വന്ന് നോക്കുമ്പം പരിക്ക് പറ്റിക്കിടക്കുന്ന ടെഡിയെ കാണും. എന്നാൽ അയാളെയും സൈക്കോ ആക്രമിച്ചു കൊല്ലും. ടെഡിയും മരിച്ച് ഗ്രാൻഡും മരിച്ച്. വിവരം അറിഞ്ഞ് പോലീസ് പൂട്ടിവെച്ചിരിക്കുന്ന ഡാനിക്കയും എവയും തുറന്നുവിടും. പോലീസിന്റെ വെപ്രാളം കണ്ട് ഇവരും പിന്നാലെ പോയി നോക്കുമ്പോഴാണ് ക്രൂരമായിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഗ്രാൻഡിന്റെയും ടെഡിയുടെയും ബോഡി ഇവർ കാണുന്നത്. ഉടനെ റെയ് വന്നിട്ട് അവരെയും കൂട്ടി അവിടുന്ന് പോവാനായിട്ട് സ്റ്റീവിയോട് പറയും. അന്നേരമാണ് മൈലോ പോയ കാർ അവിടെ കിടക്കുന്നത് എവ കാണുന്നത്. അവൾ ഉടനെ ഓടിച്ചെന്ന് കാർ തുറന്നു നോക്കുമ്പം മൈലോയും അതിലും മരിച്ചു കിടക്കുന്നത് കാണും. സൈക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്റ്റീവിയും ഡാനിക്കയും എവയും ഒരു ബോട്ട് എടുത്തിട്ട് കടലിലേക്ക് പോവും. ഡാനിക്കയും എവയും പറഞ്ഞതുപോലെ സാങ്കൂപ്പറിന്റെ ഫ്രണ്ട് ജൂഡയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ജൂഡയെയും ആരോ അതിക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ്. അന്നേരം അയാളുമല്ല സൈക്കോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് വരെ സൈക്കോ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബോട്ട് നിൽക്കുന്നത്. ഉടനെ എന്തു പറ്റിയെന്നറിയാൻ ഡാനിക്ക അവിടേക്ക് ചെല്ലും. ഈ സമയത്താണ് ജൂഡയുടെ മുറിയിലിരിക്കുന്ന ഫോട്ടോ ചീഫ് കാണുന്നത്. അതാണ് ഈ സിനിമയിലെ വമ്പൻ ടിസ്റ്റ്. സാങ്കൂപ്പറിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല, സ്റ്റീവിയാണ്. അപ്പൊ ആരാണ് നമ്മുടെ സൈക്കോ? സ്റ്റീവിയാണ് നമ്മുടെ സൈക്കോ. സ്റ്റീവി ഫിഷർമാന്റെ വേഷമിട്ട് കയ്യിലൊരു ഹുക്കുമായിട്ട് വന്നിട്ട് ഡാനിക്കയെ ആക്രമിക്കും. ബഹളം കേട്ട് എവയും അവിടേക്ക് ഓടി വരും. സ്റ്റീവിയെ കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോവും. അനങ്ങിയ രണ്ടിനെയും തട്ടുമെന്ന് അവള് പറയുമ്പം നീ എന്തിനാടി ഭ്രാന്തി ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നതെന്ന് എവ ചോദിക്കുമ്പോഴാണ് സ്റ്റീവി അവളുടെ കഥ പറയുന്നത്. സ്റ്റീവി ഫാദർ ജൂഡോയുടെ റീഹാബിലായിരുന്നു. 3 കൊല്ലം അവിടെ ആയിരുന്നു അവൾ താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് സ്റ്റീവി സാമിനെ പരിചയപ്പെടുന്നതും പരസ്പരം ഇഷ്ടത്തിലായതും. അന്ന് സ്റ്റീവി ഇവർക്കൊപ്പം പോയപ്പം സാം സ്റ്റീവിയെ കാണാനും ഇവരെ പരിചയപ്പെടാനും വേണ്ടിയായിരുന്നു ജൂഡയോട് പറഞ്ഞിട്ട് അവന്റെ കാർ എടുത്ത് ഇവര് നിന്നിടത്തേക്ക് വന്നത്. സ്റ്റീവി പോലും മരിച്ചത് സാം ആണെന്നറിഞ്ഞത് പിറ്റേന്നാണ്. പക്ഷേ ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ സ്റ്റീവി നമുക്ക് താഴെ ചെന്ന് ആളെ രക്ഷിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ താഴെ ഇറങ്ങി ചെന്നിരുന്നേല് ഒരുപക്ഷെ സാം ഇപ്പോഴും ജീവനോടെ കാണുമായിരുന്നു. കൂടെ നിന്ന് ജൂഡയെ കൊന്ന എന്തിനാന്ന് വെച്ചാ ഗ്രാൻഡ് സാമിന്റെ മരണം പണം കൊടുത്ത് ഒതുക്കിയപ്പം ജൂഡ ആ പൈസ വാങ്ങിയിട്ട് സാമിനെ കുറിച്ച് ആരോടും ഒന്നും പറയാതിരുന്നു. കപ്പലിൽ കയറുന്നതിന് മുമ്പ് സ്റ്റീവിയാണ് ജൂഡയെ കൊന്നത്. സ്റ്റീവി തൊട്ടടുത്തുണ്ടായിട്ടും ഡാനിക്കയെ കൊല്ലാതെ വിട്ടത് ആദ്യം അവളെ മാക്സിമം വേദനിപ്പിച്ചു കൊല്ലാൻ വേണ്ടിയായിരുന്നു. അന്ന് ഡാനിക്കയായിരുന്നല്ലോ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് തിടുക്കം കൂട്ടിയത്. ഇത് കേട്ട എവയ്ക്ക് ദേഷ്യം വരും. കേസാകുമെന്ന് കരുതി നീയും മുങ്ങിയതല്ലേ, ഞാൻ മാത്രമാണ് അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞ് എതിർത്ത് നിന്നതെന്ന് അവള് പറയുമ്പം നിന്നെ കൊല്ലാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നെന്ന് സ്റ്റീവി തിരിച്ചു പറയും. ഡാനിക്കയെ കൊല്ലുക എന്നിട്ട് സ്വയം മരിക്കുക, ഇതാണ് സ്റ്റീവിയുടെ പ്ലാൻ. ഉടനെ എവ സ്റ്റീവിയെ ആക്രമിക്കുമ്പം ഡാനിക്ക അവളുടെ ഹുക്ക് വാങ്ങി ഓടാൻ തുടങ്ങും.
യവ ബഹളം വെക്കുന്നത് കണ്ടുകൊണ്ടാണ് റേയ് ചെറിയൊരു ബോട്ടിൽ അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും ഡാനിക്കയെ സ്റ്റീവി പിടിക്കും. റേയും എവയും എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. സ്റ്റീവി ഡാനിക്കയെ കയ്യിലിരിക്കുന്ന ഹുക്ക് കൊണ്ട് കുത്തി കടലിലേക്ക് എറിയും. ഇത് കണ്ട് റേ സ്റ്റീവിയെ വെടിവെച്ച് കടലിലേക്കിടും. ഇതെല്ലാം കണ്ട് കരയുന്ന എവയെ റേ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ഓക്കെയായ എവ ജൂലിയെ വിളിച്ചിട്ട് ഇതിനെല്ലാം പിന്നിൽ സ്റ്റീവി ആയിരുന്നെന്ന് പറയും. പക്ഷേ സ്റ്റീവി ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് കേട്ടിട്ട് ജൂലിക്കെന്തോ അതിലത്ര വിശ്വാസം വരുന്നില്ല. എവയാണെങ്കിൽ ഈ സമയം റേയ്ക്കൊപ്പം അയാളുടെ ബാറിലാണ്. അയാൾക്കിപ്പോഴും സ്റ്റീവിയുടെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്. റേയെ പണ്ട് സൈക്കോയുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ രക്ഷപ്പെട്ടതായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യവ യാദൃശ്ചികമായിട്ട് റേയുടെ കയ്യിലെ മുറിവ് കാണുന്നത്. അത് കണ്ട് അവക്ക് ആ മുറിവ് അവൾ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം ഓർമ്മ വരും. ഇങ്ങേരും സൈക്കോയാണെന്ന് മനസ്സിലാക്കിയ യവ അപ്പ ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പം വാതില് ലോക്കാണ്. ഞാൻ സൈക്കോയാണെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ നോക്കുക അല്ലയോന്നും ചോദിച്ച് റേ അവിടേക്ക് വരും. യവയെ കൊല്ലാതെ വിട്ടത് അന്ന് സാമിനെ രക്ഷിക്കാൻ ബഹളം വെച്ചത് എവ മാത്രമായോണ്ടാണ്. പക്ഷേ ഇപ്പം റേയ്ക്ക് ഇതിലുള്ള പങ്ക് എവയ്ക്ക് അറിയാവുന്നുണ്ട്. അവളെ വെറുതെ വിട്ട അതോടെ റേയും കുടുങ്ങും. അപ്പോഴാണ് റേ മറ്റൊരു കാര്യം പറയുന്നത്. സ്റ്റീവിയെ റേ വെടിവെച്ചിട്ടൊന്നുമില്ല, അതൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു. സ്റ്റീവി ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് റേ എവയെ ആക്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ജൂലി അവിടേക്ക് വരും. എവയുടെ പുറത്തൊരു കത്തി കുത്തി കയറിയിട്ടുണ്ട്. റേയ്ക്കാണേലും ഒന്നും പറ്റിയിട്ടുമില്ല. ജൂലിയെ കണ്ട റേ അവിടേക്ക് വന്നിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. സ്റ്റീവിയോടുള്ള റേയുടെ ഇഷ്ടം അറിയാവുന്ന ജൂലിക്ക് യവ വിളിച്ച് സ്റ്റീവിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞപ്പോഴേ റേയുടെ പങ്ക് ജൂലിക്ക് മനസ്സിലായായിരുന്നു. റേ ഇതിലേക്ക് വരാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, അയാൾക്ക് സ്റ്റീവിയെ സഹായിക്കണമായിരുന്നു. രണ്ടാമത്, പണ്ട് സൈക്കോ ഫിഷർമാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട റേയുടെ ഫ്രണ്ട്സിനെ ഗ്രാൻഡിന്റെ ഇടപെടൽ കാരണം സൗത്ത് പോർട്ടിലെ ജനങ്ങളെല്ലാവരും മറന്നുപോയി. ഒരാൾ പോലും അവരെ ഇപ്പോൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഓർക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീവിയും റേയും സൈക്കോ ഫിഷർമാന്റെ രൂപത്തിലെത്തി പ്രതികാരം ചെയ്തത്. സത്യങ്ങൾ അറിഞ്ഞ ജൂലിയെയും ഇനിയിപ്പം വെറുതെ വിടാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ജൂലിയെ കൊല്ലാനായിട്ട് ഹുക്ക് എടുത്തതും യവ അയാളുടെ ചങ്കിലേക്ക് തന്നെ പുറകിൽ നിന്ന് ആ ഹാർപൂൺ കുത്തിയിറക്കും. അങ്ങനെ അയാൾ മരിച്ചു വീഴും. നേരത്തെ കടലിൽ വീണ നമ്മുടെ ഡാനിക്ക് മരിച്ചിട്ടില്ല കേട്ടോ. അവള് തീരത്തടിഞ്ഞു കിടക്കുമ്പം അത് കണ്ട് ഒരു പെൺകുട്ടി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. എവയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ബ്രെഡും ബട്ടറും ഒക്കെ വാങ്ങി ഡിസ്ചാർജായി ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ബീച്ച് ഹോട്ടലിൽ ഇരിക്കുമ്പോഴാണ് എവ റേയും സ്റ്റീവിക്കൊപ്പം ഉള്ളതായിരുന്നു സ്റ്റീവി എവിടെയോ ജീവനോടുണ്ടെന്നുള്ള കാര്യം പറയുന്നത്. അത് കേട്ട് ഡാനിക നീ ഇനി എൻ്റെ അടുത്തുനിന്ന് എങ്ങും പോവല്ലേ, ആ സ്റ്റീവി വന്ന് എന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറയും. ഞാൻ ഇനി നിന്നെ വിട്ട് എങ്ങും പോകത്തില്ലെന്ന് എവ വാക്കു കൊടുക്കുമ്പം നിങ്ങൾ കരുതും ഈ സിനിമ തീർന്നെന്ന്. തീർന്നിട്ടില്ല. അങ്ങ് ദൂരെ മറ്റൊരിടത്ത് സൗത്ത് പോർട്ടിൽ നടന്ന കാര്യങ്ങൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർല വിൽസൺ. 1997 സൈക്കോയുടെ കയ്യിൽ നിന്ന് 2 പേര് രക്ഷപ്പെട്ടില്ലായിരുന്നോ? അതിലൊന്ന് ജൂലിയും മറ്റേത് ഈ കാർലയുമാണ്. റേ മരിച്ചതൊക്കെ കാർല ന്യൂസിലൂടെ കാണുന്നുണ്ട്. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. കാർല പോയി നോക്കുമ്പം അത് ജൂലിയാണ്. അവൾ അകത്തേക്ക് വന്നിട്ട് ജൂലിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു കത്ത് കാർലയെ കാണിക്കും. അതിൽ കാർലയുടെ ഫോട്ടോയുടെ നേരെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊരു നോട്ടും എഴുതിയിട്ടുണ്ട്. ആര് വേണേലും വന്നോട്ടെ, പാക്കലാന്ന് രണ്ടും കൂടെ പറയുന്നത് കാണിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് കർട്ടനിടുന്നത്. അപ്പോൾ പറ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നിങ്ങൾ ആരെയും സ്റ്റീവിയാണ് സൈക്കോ എന്ന് കരുതിയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സിനിമയുമായി കാണാം. ടാറ്റാ.